ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നാൽ വിജയമല്ല, തോൽവി മാത്രം. ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യങ്ങൾ ഒരു നിമിഷത്തിൽ പൊളിഞ്ഞുപോകുന്നത്. പിന്നീട് നമ്മൾ ചോദിക്കും, എന്തിനാണ് ദൈവം എപ്പോഴും എന്നെ തോൽപ്പിക്കുന്നത്? നിങ്ങൾ ആ ചോദ്യം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മളെക്കൊണ്ടാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചിട്ടും തോൽവി വന്നാൽ നമ്മൾ ഒടുവിൽ പ്രാർത്ഥനയിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില തോൽവികൾ നമുക്ക് നഷ്ടമാകാൻ വേണ്ടിയല്ല, മറിച്ച് ആ തോൽവിയെ പഠിച്ച് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി തന്നെയാണ്. ചില തോൽവികൾ ദൈവം ഉദ്ദേശപൂർവ്വം നമ്മളെ അനുഭവിപ്പിക്കുന്നു. കാരണം അവ മുഖാന്തരം ദൈവം നമ്മെ ഒരു പുത്തൻ ദിശയിലേക്ക് നയിക്കുന്നു. God doesn't ruin your plans to punish you, He ruins them to protect you. നിനക്ക് തോൽവിയെന്ന് തോന്നുന്നത് ദൈവത്തിനുള്ളില് വിജയമാണ്. നമുക്ക് തോൽവിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ നിരീക്ഷണത്തിൽ വിജയമായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി നഷ്ടമായി, പക്ഷെ അതിനു പകരം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പാത കിട്ടി. ഒരാളെ നിനക്ക് നഷ്ടമായി, പക്ഷെ അതിനുശേഷം നിന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളെ നിനക്ക് ദൈവം തരും. നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ച് നഷ്ടമായതിനേക്കാൾ വലുതായിരിക്കാം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെയാണു നാം മനസ്സിലാക്കേണ്ടത്, തോൽവി ഒന്നിന്റെയും അവസാനമല്ല. അത് ചിലപ്പോൾ കുറച്ചു വൈകി ദൈവം നിങ്ങൾക്ക് തരുന്ന ചിരിയുടെ അടയാളമായിരിക്കാം. ദൈവം നമ്മെ വളർത്തിയെടുക്കുന്നു. ദൈവം ഒരു നേട്ടം നമുക്ക് നൽകുന്നതിനു മുമ്പ് അവൻ ആദ്യം നമ്മെ അതിന് യോഗ്യനാക്കുന്നു. അത് സാധാരണയായി കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും വഴിയിലൂടെയാണ് വരുന്നത്. ഓർക്കുക, ശ്രീരാമന് അയോധ്യ തിരിച്ചെടുക്കാൻ 14 വർഷം വേണ്ടിവന്നു. നീണ്ട തടവറയാചനകൾക്ക് ശേഷമാണ് പ്രവാചകൻ യൂസഫ് സിംഹാസനത്തിലെത്തിയത്. മോശയൊരിക്കൽ അടഞ്ഞുവീണ പാതയിലൂടെ 40 വർഷം നടന്നു. ഇത് അവരോട് ദൈവം വേറിട്ടതുകൊണ്ടല്ല, അവരെ ഉന്നത ലക്ഷ്യങ്ങൾക്കായി തയ്യാറാക്കാനാണ് ദൈവം വേറിട്ട വഴിയിൽ നയിച്ചത്. നമുക്കും അതുപോലെയായിരിക്കും. ദൈവം നമ്മെ ഓരോ തോൽവിയിലൂടെയും കടത്തിക്കൊണ്ടുപോകുന്നത് ഒരു വലുതായ വിജയത്തിനായിരിക്കും. തോൽവി ദൈവത്തിന്റെ അവസാന വാക്കല്ല. ഓരോ തവണ നിങ്ങൾ തോൽക്കുമ്പോഴും ദൈവം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഓരോ തവണയും നിന്നെ ഇളകാതെ നിലനിർത്തുന്നു. നിന്റെ സ്വപ്നങ്ങൾ തകർന്നപ്പോൾ പോലും അവൻ നിന്നെ കൈവിട്ടില്ല എന്നതുതന്നെ വലിയ വിജയം അല്ലേ? ദൈവം നിന്നെ വീണ്ടും തോൽപ്പിക്കുമോ? പക്ഷേ അതിനു പിന്നിൽ നിന്റെ വളർച്ചയും നിന്റെ സംരക്ഷണവും തന്നെ ഉദ്ദേശിച്ചിരിക്കും. ഇന്ന് നീ തോറ്റുപോകുന്നത് നാളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വഴിയായി ദൈവം തന്നെ മാറ്റും. ദൈവം നിന്നോടൊപ്പം തന്നെയുണ്ട്. ഇത് അറിയേണ്ടവർക്കുകൂടെ അയച്ചുകൊടുക്കൂ. നിങ്ങളുടെ സമയത്തിന് നന്ദി.